അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് എഴുതിക്കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഈ ഒരു സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്പെസിഫൈഡ് ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ അവർ തരുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ആർട്ടിക്കിളോ സ്റ്റോറീസോ പോയമോ എഴുതി സബ്മിറ്റ് ചെയ്താൽ നമുക്ക് അവർ പറയുന്ന വിന്നിങ് പ്രൈസ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൂടാതെ നമ്മൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ നമുക്ക് വ്യൂസിനനുസരിച്ച് അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് നമ്മൾ ആർട്ടിക്കിൾ എഴുതേണ്ടത്, ഏതൊക്കെ രീതിയിൽ എഴുതാം, അതിന് എന്താണ് ഇൻസ്ട്രക്ഷൻ, എത്ര രൂപയാണ് വിഡ്രോവൽ ചെയ്യാൻ പറ്റുക എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് വോക്കൽ മീഡിയ എന്ന് പറയുന്ന ഒരു അടിപൊളി ഒരു സൈറ്റാണ്. ഇവിടെ നമ്മൾ ക്യാഷ് ഏൺ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ചെയ്തിട്ടാണ്, എഴുതിയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സൈറ്റാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം ഇവരുള്ളവരെല്ലാം പേരും ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സൈറ്റിൽ എത്താവുന്നതാണ്. അപ്പം നമുക്ക് ഹൗ ടു മേക്ക് മണി റൈറ്റിങ്, എഴുതിക്കൊണ്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നതിനെപ്പറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ഈ ഒരു സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുന്നുണ്ട്. വാട്ട് ഈസ് വോക്കൽ മീഡിയ? വോക്കൽ മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നമുക്ക് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ സ്റ്റോറീസും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതും ഇവിടെ നമ്മൾ വ്യൂസ് എത്രയാണ് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. $500 എ മന്ത് റൈറ്റിംഗ് ഓൺ വോക്കലിൽ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ $500 വരെ നമുക്ക് കിട്ടും. അത് പറയുന്നുണ്ട് 90K വ്യൂസ് അല്ലെങ്കിൽ 3K വ്യൂസ് എ ഡെയിലി. അപ്പോൾ നമുക്കൊരു വ്യൂസ് എന്ന് പറയുന്നത് ഒരു 90 ലക്ഷത്തിൽ വ്യൂസും അതുപോലെ തന്നെ 3K വ്യൂസും ഉള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുക ഒരു $500 വരെ നമുക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ അത് കൂടാതെ അവർ പറയുന്നുണ്ട് നമുക്ക് സ്റ്റോറീസ് സബ്മിറ്റ് ചെയ്യുമ്പോഴും ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും പല രീതിയിൽ പല കാറ്റഗറിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, നമ്മൾ ആർട്ടിക്കിൾ സബ്മിറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റോറീസ് സബ്മിറ്റ് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ആർട്ടിക്കിൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് 600 വേർഡ്സ് കുറഞ്ഞതുണ്ടായിരിക്കണം. 600 വേർഡ്സ്. അതുപോലെ തന്നെ നമ്മളൊരു പോയമാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ 100 വേർഡ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോന്നിനും അവർ സ്പെസിഫൈഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആർട്ടിക്കിളാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 600 വേർഡ്സ് കുറഞ്ഞതുണ്ടായിരിക്കണം. അതുകൂടാതെ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാകരുത്, നല്ല ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ലിങ്കോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അതിനുശേഷം അവർ പറയുന്നത് നമുക്ക് റൈറ്റിംഗ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ് വോക്കൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മളിത് ഇപ്പം നമ്മൾ ആർട്ടിക്കിൾ എഴുതി കൊടുത്തതിന് ശേഷം 12 മണിക്കൂറിനുള്ളിൽ അത് എന്ത് ചെയ്യും, അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ലോങ് ടൈം ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ പറയുന്ന ഒരു 12 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം അതൊന്ന് പബ്ലിഷ് ആകാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള 5 രീതിയിൽ നമുക്ക് ഈ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 100 റീഡേഴ്സാണ് കിട്ടിയെന്ന് കരുതുക. 100 ഒരു 1000 റീഡേഴ്സ് കിട്ടിയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുക ഒരു $3.8 ആയിരിക്കും. ഒരു ന്യൂ ആയിട്ടുള്ള ഒരു റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതല്ലാതെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ സൈറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവർക്ക് സബ്സ്ക്രിപ്ഷനൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുക $6 ആയിരിക്കും. അതുകൂടാതെ നമുക്ക് അതല്ലാതെ നമുക്ക് അതല്ലാതെ നമുക്ക് ഈ $20 ഇതിൽ കൂടാതെ നമുക്ക് അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം,
ഇതൊന്നും അല്ലാതെ ഇപ്പം നമുക്ക് ഫാൻസ് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതല്ലാതെ നമ്മൾ ഇത് അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ ലിങ്ക് വഴി ആൾക്കാർ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൗണ്ട് കിട്ടും. അതല്ലാതെ നമുക്ക് ബോണസ് പോയിൻ്റ് കിട്ടും. ബോണസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു, അത് ടോപ്പിലെത്തുവാണെങ്കിൽ നമുക്ക് അഡീഷണൽ പോയിൻ്റ് കിട്ടും. അതല്ലാതെ നമ്മുടെ ഇതെല്ലാം ഫേസ്ബുക്കിലും മറ്റ് ഷെയർ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെ കിട്ടും. അതല്ലാതെ നമുക്ക് സ്റ്റോറീസ് പബ്ലിഷ് ചെയ്ത് 10 സ്റ്റോറീസ് നമ്മൾ വോക്കൽ മീഡിയ പബ്ലിഷ് ചെയ്താൽ നമുക്ക് $10. അതുപോലെ തന്നെ 15 സ്റ്റോറീസ് റാൻഡം ബേസിലായാൽ നമുക്ക് $5 കിട്ടും. അതല്ലാതെ 50 സ്റ്റോറീസ് പോസ്റ്റ് ചെയ്താൽ $50. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഓരോന്നിനും എത്രയാണ് എമൗണ്ട് കിട്ടുക എന്നതിനെ പറ്റിയൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സൈറ്റിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം വർക്ക് ചെയ്താൽ മതി. ഞാൻ നിർബന്ധിച്ചാലും കയറ്റുന്നില്ല. ഞാനിങ്ങനെ ഒരു സൈറ്റ് ഉണ്ടെന്ന് പറയുവാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, വായിച്ച് നോക്കി മനസ്സിലാക്കി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ട്രൈ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കിപ്പം ഇതിൽ വർക്ക് ചെയ്യണം. അപ്പം ഇതിന് ഏത് ആർട്ടിക്കിളാണ് എഴുതേണ്ടത്, ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ജസ്റ്റ് ബാക്കിലേക്ക് പോവാം. ഇവിടെ ചാലഞ്ചസ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോഴത്തേക്കിനും ഇതുണ്ടോ, ഇവിടെ നമുക്കിപ്പോൾ ഒരു ചാലഞ്ചസ് വന്നിട്ടുണ്ട്. ഓപ്പൺ ചാലഞ്ചസ് എന്ന് കിടക്കുന്നുണ്ടോ, അവിടെ നമുക്ക് നമ്മളിപ്പോൾ ചെയ്യേണ്ട മാറ്റേഴ്സിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ചാലഞ്ചസ് യു ക്യാൻ എൻ്റർ നൗ ഫോർ ആൻഡ് ചേഞ്ച് ടു വിൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാലഞ്ചസ് ചെയ്തിട്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത്. ലവ് ലെറ്റേഴ്സ് ത്രൂ ടൈം. റൈറ്റ് എ ഹിസ്റ്റോറിക്കൽ ലവ് ലെറ്റർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ലെറ്റേഴ്സ് സെറ്റ് ഇൻ എ ഡിസ്റ്റൻറ്റ് ടൈം പീരീഡ്. അപ്പോൾ നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ ലവ് സ്റ്റോറീസ് പ്രണയലേഖനങ്ങൾ കൈമാറുകയും അതുപോലെ തന്നെ നമ്മൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക. അപ്പം ഫസ്റ്റ് പ്രൈസ് എത്തുന്ന ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ടാണ് $500. അപ്പം ഇതിന് ടൈം പീരീഡ് ഉണ്ട്. ഇനി 4 ദിവസം കൂടി ഉള്ളൂ ഇതിന് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതുപോലെ ആയിരിക്കും നമുക്ക് വർക്കേഴ്സ് കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് നമുക്ക് സബ്ജക്റ്റ് ഏത് ആർട്ടിക്കിളാണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്ജക്റ്റ് കിട്ടുന്നതാണ്. ഇത് വെച്ച് നമുക്ക് ആർട്ടിക്കിൾ എഴുതിയിട്ട് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. അത് എത്ര പേര് വായിക്കുന്നു അല്ലെങ്കിൽ എത്ര പേര് റീഡ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക. അപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ആർട്ടിക്കിൾ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രയും മാത്രം ബ്യൂട്ടിഫുൾ ആക്കുക. നല്ല നല്ല പിക്ചേഴ്സ് കൊടുക്കുക, നല്ല നല്ല കോമഡീസ് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനെ നല്ല നല്ല ഡയലോഗ്സ് ആഡ് ചെയ്യുക. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മാറ്റർ കോപ്പി ചെയ്യുക. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ ഈ ഒരു മാറ്റർ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഗൂഗിളിനകത്ത് അടിച്ചു കൊടുക്കുകയെങ്കിൽ ഈ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആർട്ടിക്കിൾ വരും. അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ആർട്ടിക്കിൾ റീറൈറ്റിംഗ് ടൂൾസ് ഉണ്ട്, അതെടുത്തിട്ട് അവിടെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആർട്ടിക്കിൾ എന്ത് ചെയ്യാൻ പറ്റും, റീറൈറ്റ് ചെയ്ത് കിട്ടും. അത് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ പിക്ചേഴ്സ് പിന്നെ നല്ല നല്ല വേർഡ്സ് എല്ലാം കൂടി ഒന്നുകൂടി ആഡ് ചെയ്ത് നിങ്ങളുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ജോയിൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. ഇവിടെ ജസ്റ്റ് ജോയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ID പാസ്വേഡ് കൊടുത്ത് സൈനപ്പ് ചെയ്യാം. അതല്ലാതെ ഗൂഗിൾ ID കൊടുത്ത് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.